ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ നല്ല രാത്രിയില് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ക്ലിയർ. ഓക്കെ. ന്യൂമ എന്ന് പറയപ്പെടുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തി കാണിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി യേശു കർത്താവിന് സ്തോത്രം കരയറ്റുന്നു. യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസനും പ്രത്യേകിച്ച് ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോസ് തേവലക്കര അവർകൾക്കും ഈ യോഗത്തിന് എന്നെ ക്ഷണിക്കുവാൻ നിമിത്തമായി തീർന്ന ബഹുമാനപ്പെട്ട സാബു തോമസ് അച്ചായനും അതോടൊപ്പം തന്നെ ഞാൻ ബിനു പ്രവീൺ സിസ്റ്ററെ ഓർക്കുന്നു. എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസിദാസന്മാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ ചൊല്ലുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ ശക്തിയെ നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞവരാണ്. പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ജീവനാഡിയാണ്. ജീവന്റെ നിലനിൽപ്പാണ് പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത്. പ്രാർത്ഥനയുടെ ഒരു തുടക്കത്തിലൂടെയാണ് നമ്മൾ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ തന്നെ ആരംഭിച്ചു തുടങ്ങിയത്. നീണ്ട സമയം ഇന്റർസെഷൻ പ്രേയറിലൂടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നല്ലോ. പ്രാർത്ഥനയാൽ നേടിയ ദൈവിക വിടുതലുകളും വിജയങ്ങളും ദൈവിക അത്ഭുത വഴികളും വലുതാണ്. അത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒന്നാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പറയുവാൻ ഒട്ടനവധി അനുഭവങ്ങൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടും പ്രാർത്ഥനയിൽ ലഭിച്ച മറുപടികളുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യുവാൻ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും കർത്താവ് ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തി തന്ന സന്ദേശം പ്രാർത്ഥനയുമായി കണക്റ്റഡ് ആയ ഒരു വിഷയമാണ്. ഞാൻ ദൈവവചന സന്ദേശത്തിലേക്ക് കടക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. യേശുവിന്റെ നാമത്തിൽ നമ്മൾ അപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെയും പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിൽ മഹത്വപ്പെടേണ്ടതായി ചെയ്തു തരും. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്നതിനെ കുറിച്ചൊരു ഡെഫിനിഷനായി നമ്മൾ ചിന്തിച്ചാൽ ഇങ്ങനെ പറയാനായിട്ട് കഴിയും: അധരങ്ങളിൽ നിന്ന്, മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയത്തെയാണ് പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത്. പ്രാർത്ഥന ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള ഒന്നല്ല. എല്ലാ മതസ്ഥരായിരിക്കുന്ന ജനങ്ങളും പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർ പ്രാർത്ഥനയിലൂടെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ അഭയയാചനകൾ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശീല ആധാര കേന്ദ്രം എന്ന് പറയപ്പെടുന്നത് പ്രാർത്ഥന തന്നെയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ബന്ധവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജീവനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനവും ഇടവിടാതെ ചെയ്യുന്നതുമായ ഒരു കാര്യമാണ് ബ്രീത്തിങ് എന്ന് പറയപ്പെടുന്നത്, ശ്വസനം എന്ന് പറയപ്പെടുന്നത്. ശ്വസിച്ചില്ല എങ്കിൽ ആ മനുഷ്യൻ ഡെഡായി. അവന് നിലനിൽക്കുവാൻ കഴിയില്ല. ഈ ഭൂമിയിലെ നിലനിൽപ്പ് എന്നേക്കുമായി തീരുകയാണ്. അചേതന അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറുന്നു. അവൻ സചേതനായി തുടരണമെങ്കിൽ എപ്പോഴും ആ ബ്രീത്തിങ് പ്രോസസ്സ് അവന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. ഇതുപോലെയാണ് ആത്മീയ ജീവിതം മരിച്ചതാകാതെ അത് ജീവസുറ്റതായി തീരണമെങ്കിൽ എപ്പോഴും ആ വ്യക്തി ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന, ശ്വസനം പോലെ തന്നെ തുടരുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അതിൽ തുടരുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമാകുന്ന ബലമുണ്ട്. അവർ തളർന്നു പോകുകയല്ല, അവർ ജീവിച്ചിരിക്കും, അവർ ചെയ്യുന്നതെല്ലാം സാധിക്കും. ദൈവത്തിന്റെ കരം അവരോട് കൂടിയിരിക്കും. ദൈവം അവരെ താങ്ങും. ദൈവം അവരെ ബലപ്പെടുത്തുന്നത് കൊണ്ട് അവർക്ക് മഹിമയിൽ നിന്ന് മഹിമയിലേക്ക്, ദൈവികമായ വിടുതലിൽ നിന്ന് വിടുതലിലേക്ക് സാക്ഷീകരിക്കപ്പെടുവാൻ തക്കോണം ഒട്ടനവധി നല്ല കാര്യങ്ങളെ കർത്താവ് കൈമാറി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന കർത്താവ് കൈമാറുന്ന ഒരു അഷ്വറൻസ് ആണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ: അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്, ദൈവമായിട്ടുള്ള സംഭാഷണമാണ്. എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ഒരു ഉറപ്പ്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം കേൾക്കും. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മടക്കി കർത്താവിനോട്: അപ്പാ പിതാവേ, നീ അരുളി ചെയ്യണമേ, എന്റെ സങ്കടങ്ങളിൽ ഞാൻ കഴിക്കുന്ന എന്റെ അഭയാചന നീ കൈക്കൊള്ളണമേ, എന്നെ കേൾക്കുമാറാകണമേ. ഓ ലോർഡ്, ലിസൺ ടു മീ, എന്നെ ശ്രദ്ധിക്കണമേ. ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ തടസ്സങ്ങൾക്കിടയിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ നിലവിളി ഒരു പക്ഷേ ഒരാൾക്ക് വ്യക്തതയോടെ കേൾക്കുവാൻ കഴിയുകയല്ല. വാഹന തിരക്കുകളുടെയും അതുപോലെ തന്നെ ഒച്ചപ്പാടുകളുടെയും ബദ്ധപ്പാടുകളുടെ ഇടയിൽ തിരക്കേറിയ ജീവിത നിലവാരങ്ങളിലൂടെ പോകുന്ന ഒരു മനുഷ്യന് സാധാരണപ്പെട്ട ഒരു വ്യക്തിയുടെ നിലവിളി കേൾക്കുവാനായിട്ട്
കൊടുക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ആ ദൈവിക അറ്റൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് പലവിധമായ പ്രക്രിയ ചെയ്യുന്നത് പോലെ ഇന്ന് രാത്രിയിൽ നമുക്കും പറയുവാനായിട്ടുള്ളത്, ദൈവമേ എന്നെ നീ ഒന്ന് ശ്രദ്ധിക്കണം, എന്റെ വാക്കുകൾക്ക് നീ ചെവി തരണം, എന്റെ ധ്യാനത്തെ അവിടുന്ന് കൈക്കൊള്ളണമേ, അതിനെ റിസീവ് ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ദൈവം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, നീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് ഒരു കൊച്ചുകുട്ടി എന്തൊക്കെയാണോ പറയാൻ ഇഷ്ടപ്പെടുന്നത് അത് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നതായ ഒരു മാതാവിനെ പോലെ, പിതാവിനെ പോലെ കർത്താവ് നമ്മുടെ വാക്കുകളെ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിനോട് ഉള്ള ഏകാഗ്ര നിമിത്തം നാം നമ്മുടെ അപേക്ഷകൾ ദൈവസന്നിധിയിലേക്ക് വയ്ക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെയാണ് നാം നമ്മുടെ അപേക്ഷകളെ ദൈവസന്നിധിയിൽ വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ന്യായുക്തമായ വിഷയമാണ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നത്. ആ ന്യായുക്തമായ വിഷയം എന്താണ്? ഒന്നുകിൽ അതെന്റെ ആഗ്രഹമാകാം, അല്ലെങ്കിൽ എന്റെ ആവശ്യമാകാം. ഇത് എന്തു തന്നെ ആയിരുന്നാലും ദൈവം എന്റെ അപേക്ഷ കേൾക്കും. നമ്മുടെ സംഭാഷണങ്ങളിലൂടെ ന്യായയുക്തമായ വിഷയങ്ങൾ, അത് ആഗ്രഹങ്ങളാകാം, ആവശ്യങ്ങളാകാം, ദൈവം അത് ചെയ്തു തരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ദൈവത്തോട് അർപ്പിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഹല്ലേലൂയ. അത് നമുക്ക് വലിയൊരു അഷുറൻസ് ആണ്, ഒരു ഉറപ്പാണ് നൽകി തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടതായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 4 വിധ പ്രത്യേക ഘടകങ്ങൾ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. അതിനെ ആക്ട്സ് എന്ന് പറയപ്പെടുന്ന ഒറ്റ വാക്കിൽ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് ചിന്തിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, ആക്ട്സ്. അഡോറേഷൻ എന്ന് പറഞ്ഞാൽ ആരാധന. ആത്മാവ് ദൈവത്തിൽ അർപ്പിക്കുന്നതായ സ്തോത്രങ്ങളാണ് ആരാധന എന്ന് പറയപ്പെടുന്നത്. ആരാധന നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു അനുഭവത്തിലേക്ക്. അതുകൊണ്ടാണ് സങ്കീർത്തനം 95:6 ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, വരുവിൻ വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തുക. ഹല്ലേലൂയ, സ്തോത്രം. അത് ആരാധനയെ സൂചിപ്പിക്കുന്നു. അപ്പം പ്രാർത്ഥനയ്ക്കായി വരുന്ന ഒരു വ്യക്തി ആരാധ്യനായ ദൈവത്തെ പൂർണ്ണമായി സ്തുതിയാലും സ്തോത്രങ്ങളാലും കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. 2, ആക്സിൽ സി എന്ന് പറയപ്പെടുന്ന അക്ഷരം കൺഫെഷനെ സൂചിപ്പിക്കുന്നു, ഏറ്റുപറച്ചിലിനെ സൂചിപ്പിക്കുന്നു. എല്ലാ പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായ ഒരു അനുതാപം. അതാണ് പ്രാർത്ഥനയുടേതായ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അനിവാര്യമായിരിക്കുന്ന 2ാമത്തെ ഘടകം എന്ന് പറയപ്പെടുന്ന കൺഫെഷൻ. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അനുദപിച്ച ദൈവസന്നിധിയിലെ ശുദ്ധീകരണം പ്രാപിച്ച ഒരു വ്യക്തിയുടെ പ്രാർത്ഥന വാസ്തവമായി ദൈവം കേൾക്കുന്നു. ഞാൻ പാപിയാണ് കർത്താവേ, നീ എന്റെ കുറ്റങ്ങൾ, എന്റെ പൊറുമയിൽ വന്നു പോയതായ എല്ലാ പാപക്കറകളെയും ക്ഷമിച്ചുകൊണ്ട്, പാപത്തിന്റെ കുറ്റങ്ങളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന് വാസ്തവമായി ആര് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നുവോ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 32:5 പറയുന്നു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, അത് ഞാൻ മറച്ചു വെച്ചില്ല. അന്നേരം എന്താ എന്റെ ജീവിതത്തിൽ സംഭവിച്ച? എന്റെ കുറ്റങ്ങളെ നീ എനിക്ക് ക്ഷമിച്ചു തന്നു, എന്റെ അകൃത്യങ്ങൾ നീ ക്ഷമിച്ചു തന്നു. അപ്പൊ കർത്താവിനോട് പറയേണ്ടത് പാപങ്ങളെ അറിയിക്കുകയാണ് വേണ്ടത്. മറഞ്ഞിരിക്കുന്ന തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ സകല പാപക്കറകളിൽ നിന്ന് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. 3ാമത്തെ ഘടകം താങ്ക്സ് ഗിവിംഗ്. നന്ദി പ്രകടന. ഫിലിപ്പിയ ലേഖനം 4:6 പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ നിലവുകളിൽ കാക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ നന്ദിയുള്ളവരായി ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ സ്തോത്രത്തോടെ സ്തുതിയോടെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു ചെന്ന് അവന് കരയേറ്റുന്നതായി നന്ദി എല്ലാ മഹത്വവും അർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറായി തീരുമ്പോൾ ആ പ്രാർത്ഥനയെങ്കിൽ വെളിപ്പെട്ടു വരുന്ന ഒരു ആശ്വാസമുണ്ട്, അതിനകത്ത് വെളിപ്പെട്ടു വരുന്ന ഒരു ഹീലിംഗ് ഉണ്ട്, ഒരു ഇന്നർ ഹീലിംഗ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായി നിൽക്കുമ്പോൾ പ്രാർത്ഥനയിൽ തുടരുവാൻ നമുക്കത് കഴിയുന്നില്ല. ഈ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ ആൻസൈറ്റി വർദ്ധിക്കുന്നത് കൊണ്ട്, സംശയ വിചാരങ്ങൾ പെരുകി വരുന്നത് കൊണ്ട്, ലഭിക്കുമോ എന്നുള്ളതായ ചില കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയിൽ സജീവമായി തുടരുവാനായിട്ട് കഴിയുന്നില്ല. ശാന്തത ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്, മനസ്സിന്റെ സ്വസ്ഥത ജീവിതത്തിൽ നിന്ന് തകരുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നന്ദിയുള്ളവരായ ദൈവത്തിന്റെ സന്നിധി നിങ്ങളുടെ അപേക്ഷകളെ അർപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? സകല ബുദ്ധിയെയും കവിയുന്ന ക്രിസ്തു യേശുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്ത് നിൽക്കും. അത് നമ്മുടെ നിലവുകളിൽ നിൽക്കും, നമ്മുടെ ചിന്തകളിൽ ഇരിക്കും, നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഹല്ലേലൂയ, ഞാൻ കർത്താവിന്റെ വാക്കുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്നത് എന്താണ്? എന്റെ സന്തോഷം നിങ്ങളിൽ
നമ്മളിലിരിക്കുവാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. കർത്താവ് സംസാരിച്ചത്, ഉപദേശിച്ചത്, ആമേൻ, ഉപമകളിലൂടെ ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ആന്തരിക സത്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ട്, അത് നിലനിൽക്കണം. ക്രിസ്തുവിന്റെ സന്തോഷം നമ്മളിൽ ഇരിക്കണം. രണ്ടും ഒരുപോലെ. നമ്മളിലുള്ള സന്തോഷം അത് നമ്മളിൽ നിന്ന് ഒഴുകി പോകുവാൻ പാടില്ല. സമാധാനം നഷ്ടപ്പെടുമ്പോൾ ആ സന്തോഷം പോവുകയാണ്. കർത്താവിന്റെ സന്തോഷം നമ്മളിൽ ഇരിക്കണം. നമ്മുടെ സന്തോഷത്തിൽ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. 4, ആമേൻ, സപ്ലിക്കേഷൻ, അഭയയാചന, മധ്യസ്ഥ പ്രാർത്ഥന, അപേക്ഷ, ആവലാതി, ആഗ്രഹങ്ങൾ, ഇവയൊക്കെ ആമേൻ ഒടുവിലായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കേണ്ടത്. അപ്പൊ പ്രാർത്ഥനയിൽ അനിവാര്യമായിരിക്കേണ്ടുന്ന 4 ഘടകങ്ങളിൽ 1 ആമേൻ അഡോറേഷൻ, ആരാധന, 2 ഏറ്റുപറച്ചിൽ, 3 താങ്ക്സ് ഗിവിംഗ്, 4 ആമേൻ ഹല്ലേലൂയ സപ്ലിക്കേഷൻ, നമ്മുടെ അപേക്ഷകളെല്ലാം ലാസ്റ്റ് കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുക അത്ര വേണ്ടത്. ഹല്ലേലൂയ. ചെന്നുടനെ തന്നെ നമ്മുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ കൈമാറുകയല്ല, ചെന്നുടനെ പടിപടിയായി ചെയ്യേണ്ടതായ വസ്തുതകളുണ്ട്. അത് ചെയ്തതിനു ശേഷം നമ്മുടെ അപേക്ഷകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പകരുക. പ്രാർത്ഥന ആരോടാണ് വേണ്ടത്? ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോസ്തലപ്രവൃത്തി 12:5 പറയുന്നു, പിതാവാം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവാം ദൈവത്തോട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:13 നമ്മൾ തുടക്കത്തിൽ വായിച്ച വചനത്തിൽ തന്നെ പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തുതരും. അപ്പോൾ ആമേൻ, 2 യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥന ആരോടാണ്? പിതാവാം ദൈവത്തോട്. 2 യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. എഫെസ്യ ലേഖനം 6:18 പറയുന്നു, ആമേൻ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പോ പിതാവാം ദൈവത്തോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറയാം, പിതാവാം ദൈവത്തോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ട്. ആമേൻ, സ്തോത്രം. എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക? 1, വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് മറുപടി ഉണ്ടാകും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എന്ത് അപേക്ഷിച്ചാലും ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. മത്തായി 21:22 ആധാരമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. 15 യോഹന്നാൻ 15:7 ഇങ്ങനെ പറയുന്നു, ഞാൻ വായിക്കാം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. യേശുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്തിരുന്നു കൊണ്ട്, ആമേൻ, ആ വചനത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് അപേക്ഷിച്ചു തുടങ്ങിയാൽ യേശു കർത്താവ് നമ്മുടെ അപേക്ഷ കേൾക്കും. നമ്മുടെ അപേക്ഷ കർത്താവ് കേൾക്കും എന്നുള്ളത് നമ്മുടെ ധൈര്യമാകുന്നു എന്ന് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ധൈര്യം എന്തിനാണ്? ഒരു പ്രാവശ്യം ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് മറുപടി നൽകി തന്നു. അപ്പൊ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ആവേശം ഉണ്ടാകുകയാണ്. വീണ്ടും പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കും. ഇങ്ങനെയാണ് പ്രാർത്ഥനയിൽ ഒരു ധൈര്യം, പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത, പ്രാർത്ഥനയ്ക്ക് അകത്തൊരു ടേസ്റ്റ് വെളിപ്പെട്ട് വരുന്നത്. ആമേൻ ഹല്ലേലൂയ. ഒന്നിന് മറുപടി കിട്ടി, വീണ്ടും വീണ്ടും ഇരിക്കണം. കിട്ടിയില്ലേലും ആമേൻ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷം ഉണ്ടല്ലോ, അതിനകത്ത് ലഭിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒന്നതാണ്. കാരണം നാം ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ലോകത്തിൽ നമ്മുടെ ശബ്ദം കേൾക്കുവാൻ ആരുമില്ലെങ്കിലും, ഈ ലോകത്തിൽ നമ്മെ ചെവിക്കൊള്ളുവാൻ ആരുമില്ലെങ്കിലും, നമ്മുടെ സങ്കടയാചന കാണുവാൻ ആരുമില്ലെങ്കിലും, ഒരുപക്ഷെ ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലാതിരിക്കുമ്പോൾ ഇന്നു രാത്രിയിൽ നമ്മെ ആമേൻ ഹീൽ ചെയ്യുവാൻ, നമ്മുടെ വിഷയത്തിനകത്ത് മറുപടി കൽപ്പിച്ചു തരുവാൻ, നമുക്ക് ആശ്വാസം തരുവാൻ, നമ്മുടെ ഉള്ളിൽ ബലം നൽകി തരുവാൻ കർത്താവ് ആമേൻ ഹല്ലേലൂയ ശക്തനായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ കരം ഒന്നിനും കുറുകിയിട്ടില്ല. അവന്റെ കരം ആമേൻ ഹല്ലേലൂയ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം, യേശുവിന്റെ കരം കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. കർത്താവുമായിട്ടാണ് നമുക്കൊരു ബന്ധം. ആമേൻ ഹല്ലേലൂയ. ആകയാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വൻ മലകൾ നീങ്ങിപ്പോകും. വിശ്വസിച്ചുകൊണ്ട് അവയോട് കൽപ്പിക്കുവാനിടയായ എന്ത് പ്രതികൂലങ്ങൾ ജീവിതത്തിന് മുമ്പിൽ വന്നാലും അവ ആ സ്ഥാനം വിട്ട് നീങ്ങിപ്പോകുവാനിടയാകും. ആമേൻ. എരിഹോവിന്റെ മതിൽ ജനത്തിന്റെ മുമ്പിൽ വലിയ പ്രശ്നമായി തന്നെ നിലനിന്നിരുന്നു. ദൈവം പറഞ്ഞ കാര്യം അനുസരിച്ച് അവർ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. നമ്മൾ നോക്കൂ, ആമേൻ ഹല്ലേലൂയ, മതിലിന് ചുറ്റും അവരെ ചുറ്റി സഞ്ചരിച്ച് നടക്കുമാറാക്കുന്ന ദൈവം. അത് പല ആവർത്തി ബൈബിളിൽ പറയുന്നുണ്ട്, ചുറ്റി നടക്കുമാറാക്കുന്ന, ആർപ്പിടുവാൻ ആമേൻ ഹല്ലേലൂയ പ്രേരിപ്പിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൈമാറി തരുന്ന, അതനുസരിച്ച് ചെയ്യുവാൻ തയ്യാറാകുന്ന ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതായ പ്രതികൂലം അവർ പോലും അറിയാതെ അത് താണു പോകുവാനിടയാകും. ദൈവം എവിടെയെല്ലാം പൊളിച്ച് ഇടിച്ചു കളഞ്ഞോ അതൊന്നും പിന്നീട് പണിതതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ പറയണം, ആമേൻ ഹല്ലേലൂയ, ഇനിയും അത് പൊങ്ങി വരികയില്ല. കാരണം അതിനെ കടലിന്റെ ആഴത്തിൽ, സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ദൈവം ഇട്ട് കളഞ്ഞു. ആമേൻ. നമ്മുടെ മുമ്പിൽ നിന്നതായ പ്രശ്നം ആമേൻ കടലിലേക്ക് ചാടിപ്പോയിരിക്കുന്നു. അവ ഇനിയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പഴയകാല അനുഭവങ്ങളും
മുൻകാലങ്ങളിൽ ജീവിതത്തെ നേരിട്ടതായ വിഷയങ്ങൾ സമാനമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അതിലേക്കാണോ പോകുന്നത്? ചില സിംറ്റങ്ങൾ അതാണോ തെളിയിക്കുന്നത്? അതിലേക്കാണോ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആവലാതിയും രാത്രി നമുക്ക് വേണ്ട. കർത്താവ് ചിലതൊക്കെ ഹീലാക്കിയിട്ടുണ്ട്, ചിലതിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകിയിട്ടുണ്ട്, ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിച്ചിട്ടുണ്ട്, ദൈവം ചിലത് കൽപ്പിച്ചിട്ടുണ്ട്, ചിലതിനോട് ആമേൻ വിലക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രവാചകനെ നീ തുടരുത്, എന്റെ അഭിഷേകത്തിനോട് നേരെ ആമേൻ നീ നിലനിൽക്കരുത്. ചിലതിനൊക്കെ ദൈവം അതിരിട്ട് നീക്കി മാറ്റിയിട്ടുണ്ട്. കർത്താവ് തന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ വിഷയത്തിനകത്ത് മറുപടി ഉണ്ട്. 2, താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച, തന്നെ താൻ താഴ്ത്തി ജനം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു, ദൈവത്തിന്റെ മഹത്വം കണ്ടു. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവം അന്വേഷിക്കുമ്പോൾ ദൈവം ദേശത്തിന് സൗഖ്യം വരുത്തും. ദൈവം നമുക്ക് മാത്രമല്ല സൗഖ്യം തരുന്നത്, ആമേ നാം പാർക്കുന്ന ദേശത്തിന് ഒരു സ്വസ്ഥത വരും. നമ്മെ ദൈവം ഒരു ദേശത്താക്കി വെച്ചേക്കുന്നത് ആ ദേശത്തെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ്, ഉയർത്തിക്കൊണ്ടുവരുവാനാണ്. അതിന്റെ അധാർമികതയിൽ നിന്നും അതിന്റെ പാപത്തിന്റെ വശങ്ങളിൽ നിന്നും അതിന്റെ ശൂന്യതകളിൽ നിന്നും ദേശത്തെ കെട്ടിപ്പണിത് ഉയർത്തിക്കൊണ്ടുവരുവാൻ, ആമേൻ ഒരു വീണ്ടെടുപ്പിലേക്ക് നവീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ആമേൻ ആ ഒരു വിടുതൽ വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥനയാൽ സാധ്യമാണ്. അപ്പോൾ ദൈവം ദേശത്തെ പണിയും, ദേശത്തെ സൗഖ്യമാക്കും, ദേശത്തിലെ ജനതകൾക്ക് മാറ്റം വരും. അവർ ഉയർന്ന ചിന്താഗതിക്കാരും സാമൂഹ്യ ബോധമുള്ളവരും ആമേൻ ദൈവഭയമുള്ളവരും ദൈവികമായ നന്മകൾ തേടുന്നവരുമായി തീരും. അവരുടെ ഹൃദയത്തെ കർത്താവ് സന്തോഷിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ജീവിതത്തിനകത്ത് പരിവർത്തനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു നിലവിളിക്കുന്ന ഒരു ദൈവ ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തിന് കർത്താവ് തീർച്ചയായും മാറ്റം കൊടുക്കും. കാരണം എന്തുകൊണ്ട്? താഴ്ത്തി ഏൽപ്പിച്ച ജനത്തിന്റെ നടുവില് ദൈവിക ഹീലിംഗ് അവർ ആ ദേശത്തിന്മേൽ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവഹിതപ്രകാരം എന്തപേക്ഷിച്ചാലും ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. 1 യോഹന്നാൻ 5:14 പറയുന്നു, എന്തെങ്കിലും നമ്മൾ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ആവലാതികളിൽ നിന്ന്, നമ്മുടെ ആഗ്രഹങ്ങളുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ദൈവഹിതപ്രകാരം അവൻ അപേക്ഷിക്കുന്ന കാര്യത്തിനകത്ത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അപേക്ഷിക്കുന്നതിനകത്ത് കർത്താവ് മറുപടി നൽകി തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 6:9 പറയുന്നു, യഹോവ എന്റെ അപേക്ഷ ഒക്കെയും കേട്ടിരിക്കുന്നു. നമുക്ക് വലിയൊരു ഉറപ്പാണ് തരുന്നത്. ഞാൻ എന്തൊക്കെ അപേക്ഷ കർത്താവിന്റെ സന്നിധിയിൽ കൈമാറിയോ അതെല്ലാം കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 10:17 പറയുന്നു, സാധുക്കളുടേതായ അപേക്ഷ ദൈവം കേട്ടിരിക്കുന്നു. സാധുക്കളുടെ എളിയ ജനത്തിന്റെ, സാധുജനത്തിന്റെ അപേക്ഷ ദൈവം കേൾക്കുന്നു. ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ റെക്കമെൻഡേഷൻ വേണം. നമുക്കറിയാം, ഇന്ന് ഗവൺമെന്റ് തലത്തിലും മറ്റിതര ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സാധ്യമായി തീരണമെങ്കിൽ ആമേൻ ആൾബലം വേണം, അല്ലെങ്കിൽ പണപ്പെരുപ്പം വേണം. പല പല റിസോഴ്സുകൾ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾക്കകത്ത് വലിയ നീക്കങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഇവിടെ ആമേൻ ഹല്ലേലൂയ സാധുക്കളുടെ അപേക്ഷ കേൾക്കുവാനായിട്ട് ഒരു റെക്കമെൻഡേഷന്റെ കാര്യമില്ല. കർത്താവ് ആമേൻ ഹല്ലേലൂയ സ്വീകരിച്ചിരിക്കുന്നു. ആമേൻ. മുഴു ഹൃദയത്തോടെ പൂർണ്ണമായി വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ എളിയ ജനം അപേക്ഷിച്ചു തുടങ്ങുമ്പോൾ ദൈവം അവരുടെ അപേക്ഷ കേൾക്കും. സങ്കീർത്തനം 65:2 പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. ദൈവത്തിന്റെ ഒരു നല്ല പേരാണ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ആമേൻ ഹല്ലേലൂയ. അത് ദൈവിക സ്വഭാവമാണ്. നമ്മൾ അപേക്ഷിച്ചാൽ കേൾക്കാത്ത ഒരു ദൈവത്തെ അല്ല, കണ്ണുണ്ടായിട്ടും കാണാത്ത ദൈവമല്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത ദൈവമല്ല, ആമേൻ കൈകൊണ്ട് പ്രവർത്തിക്കാത്ത ദൈവത്തെ അല്ല നമ്മൾ നിലവിളിക്കുന്നത്, വായികൊണ്ട് ഉത്തരമല്ലാത്ത ദൈവവുമല്ല. ആമേൻ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. വാസ്തവമായി നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥനയെ ദൈവം ചെവിക്കൊള്ളുന്നു. സദൃശവാക്യം 15:8 പറയുന്നു, നേരിലുള്ളവരുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമാണ്. അപ്പൊ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ഇഷ്ടമാണ്. അത് നേരിലുള്ളവരുടേതായിരിക്കണം, അതിൽ ദൈവം പ്രസാദിക്കുന്നു. സദൃശവാക്യം 15:29 പറയുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. ദൈവം കേൾക്കുന്ന പ്രാർത്ഥന എന്താണ്? നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നെഹമ്യാവ് 1:6 പറയുന്നു, അടിയന്റെ പ്രാർത്ഥന ആമേൻ കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഞാൻ പറയുന്നതൊക്കെ വളരെ ആമേൻ ഹല്ലേലൂയ കീനായി ഒബ്സർവ് ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിന്റെ ചെവി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 2 ശമൂവേൽ 7:27 പറയുന്നു, നിന്നോട് പ്രാർത്ഥന കഴിപ്പാൻ അടിയൻ എന്നുണ്ടായി ധൈര്യം പ്രാപിച്ചു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വിഷയം കൊണ്ടുപോയാൽ ദൈവം കേൾക്കുമോ, മറുപടി തരുമോ എന്നുള്ള ആശങ്ക, കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ആമേൻ. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് ധൈര്യം തരികയാണ്. വീണ്ടും ഉത്സാഹത്തോടു കൂടി ഇരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരികയാണ്. പ്രാർത്ഥനയിൽ തടസ്സങ്ങളുണ്ടോ പ്രിയരെ? ഉണ്ട്, ഉറപ്പായിട്ടും ഒരുപാട് തടസ്സങ്ങളുണ്ട്. സങ്കീർത്തനം 66:18 പറയുന്നു, ഹൃദയത്തിലെ പാപങ്ങൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്നതിന്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാണ് അത്. ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ ആമേൻ പ്രാർത്ഥന കേൾക്കുന്നതിന് തടസ്സമാണ്. എസ്കേൽ 14:3 നമുക്ക് കാണാൻ സാധിക്കുന്നു. വചനത്തെ അവഗണിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്. സദൃശവാക്യം 28:9 ആമേൻ സംശയിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്. യാക്കോബിന്റെ ലേഖനം 1:6-7 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആമേൻ തെറ്റായ ഉപദേശങ്ങൾ
യാക്കോബ് 4:3 പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമാണ്. മത്സരങ്ങൾ, ആവർത്തനം 1:43-45 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ മത്സരം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഉപദേശം അവഗണിക്കുന്നത്, സദൃശവാക്യം 1:25-26 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉപദേശം അവഗണിക്കുന്നതും വലിയൊരു തടസ്സം തന്നെയാണ്. യേശുവിലേക്ക് നമ്മൾ പ്രാർത്ഥനയുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി മാതൃകകൾ നമുക്ക് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് യേശുവിൽ പഠിക്കുവാനായിട്ട് സാധിക്കും. യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മാതൃക മത്തായി സുവിശേഷം 6-9-13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മത്തായി 6:9-13 വരെ ഇങ്ങനെ കർത്താവ് പഠിപ്പിച്ചു: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് അല്ലോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പരീക്ഷയിൽ കടത്താതെ. കർത്താവിന്റെ പ്രാർത്ഥന എങ്ങനെ തുടങ്ങുന്ന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട്, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ആ പ്രാർത്ഥന അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പരീക്ഷയിൽ കടത്താതെ. ഒരു മനുഷ്യന്റെ സമസ്ത മേഖലകളിലും ദൈവിക സ്പർശനത്തിന്റെ ഇടപെടൽ വെളിപ്പെടുവാൻ ലീഡ് us not into temptation but deliver us from the evil one. കർത്താവെ, എന്നെ തിന്മയിലേക്ക് നയിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എപ്പോഴുള്ള നമ്മുടെ പ്രാർത്ഥന ദുഷ്ട മനുഷ്യരും മായാവികളുടെ ആളുമായ സദ്യന്മാരുടെ ഇടയിലേക്ക്, അങ്ങനെയുള്ള നീച മനുഷ്യരുടെ ഇടയിലേക്ക് ഞാൻ അകപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം കർത്താവെ, തിന്മയിൽ നിന്ന് തന്നെ വിടുവിക്കണമേ, ദുഷ്ടതയിൽ നിന്ന് തന്നെ വിടുവിക്കണമേ. നീ എനിക്ക് ചുറ്റും പരിചയമായിരിക്കണമേ, നീ എനിക്ക് ചുറ്റും കാവലായിരിക്കണമേ, കോട്ടയായിരിക്കണമേ, സങ്കേതമായിരിക്കണമേ. കർത്താവ് നമ്മുടെ മറവിടമാണ്. നമ്മെ തന്റെ ചിറകടിയിൽ ഒളിപ്പിച്ച് സൂക്ഷിക്കുന്ന ദൈവമാണ്. പാറയിൽ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. നമ്മുടെ തല ചുറ്റുമുള്ള ശത്രുക്കളുടെ മീതെ നിവരുമാറാക്കുന്ന ദൈവമാണ്. ലജ്ജാ ഭാരത്തെ നീക്കിക്കളയുന്ന ദൈവമാണ്. നിന്നയുടെ മൂടുപടങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റുന്ന ദൈവമാണ്. നിരാശകളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ദൈവമാണ്. ആ ദൈവം എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എപ്പോഴുമുള്ള പ്രാർത്ഥന ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണം, നീച പ്രവൃത്തികളിൽ നിന്ന് വിടുവിക്കണം, ദുർവർത്തമാനം പറയുന്നവരുടെ ഇടയിൽ നിന്ന് എന്നെ വിടുവിക്കണം. അതുകൊണ്ട് കർത്താവ് എപ്പോഴും ദൈവത്തിന്റെ വചനത്തിലൂടെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, യഹോവയെ നീ ആദരിക്കണം. ദുഷ്ടന്മാരെ നമ്മൾ വെറുത്തു കളയേണ്ടത് ആവശ്യമാണ്. ദൈവഭക്തന്മാരെ ആദരിക്കണം. ദോഷം പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അകന്നിരിക്കണം. എപ്പോഴും ജീവിതത്തെ വളരെ വിശുദ്ധിയോടുകൂടെ കീപ്പ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ചില ബൗണ്ടറീസ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഡാമേജ് ഇല്ലാതെ സ്പിരിച്വൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മുടെ സ്പിരിച്വൽ ലൈഫ് കീറിപ്പോകാതിരിക്കട്ടെ. അത് മെയിൻറ്റെയിൻ ചെയ്ത് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും അഭിവൃദ്ധിയിലും നന്മയിലും കൃപയിലും യശസ്സിലും തേജസ്സിലും മഹത്വത്തിലും നിലനിൽക്കട്ടെ. അതിനുവേണ്ടി കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നാം അലങ്കാരമാലയാണ്. നമ്മുടെ ശിരസിന്മേൽ വാടാത്ത കിരീടം കർത്താവ് കൈമാറി തന്നിട്ടുണ്ട്. അത് മരണത്തിന് ശേഷം മാത്രമല്ല, ജാതികളുടെ ഇടയിലെ ദൈവം നമ്മെ ഒരു മഹത്വമാക്കി നിർത്തിയിരിക്കുന്ന ആരുടെ മഹത്വം? ക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ മേൽ നിലനിൽക്കുകയാണ്. ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രകാശം നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ആ ദിവ്യ ശക്തി നമ്മുടെ മേൽ ആധാരമായി വെളിപ്പെട്ടിരിക്കുന്നു. നമ്മെ കാണുന്നവർ കർത്താവിന്റെ തേജസ്സിനെയാണ് കാണുന്നത്. ദൈവകൃപയുടേതായ അളവറ്റ ശക്തിയാണ് അവർ കാണുന്നത്. നാമോ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. കാരണം ദുഷ്ടങ്ങളിൽ നിന്നുള്ള ഒരു വലിയ പ്രൊട്ടക്ഷൻ കർത്താവ് നമ്മുടെ മേൽ കൈമാറി നൽകി തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകി തന്നിരിക്കുന്നു. പിന്നിൽ നിന്ന് കുത്തുന്നവർ, മുമ്പിൽ നിന്ന് നമ്മെ തകർക്കുന്നവർ, നമ്മുടെ ജീവിതയാത്രയിൽ എന്തൊക്കെ പ്രതിബന്ധനങ്ങൾ ആരൊക്കെ സൃഷ്ടിച്ചാലും തളരേണ്ട കാര്യമില്ല. അവയെല്ലാം ചവിട്ടി അരച്ചു മെതിച്ചു മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മശക്തി കർത്താവ് ഉയരങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്മേൽ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ദുഷ്ടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രതിയോഗിയിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിന്റെ ജയം നമ്മുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കാൽവറിയിൽ തകർന്ന് ഉടഞ്ഞ് ഒഴുകിയെത്തിയ ദിവ്യ രക്തത്തിന്റെ ശക്തി നമ്മുടെ സകല പാപക്കറകളെയും കഴുകിയെടുത്തതോടൊപ്പം തന്നെ നമുക്ക് വിരോധമായി നിന്നതായ പൈശാചികമാകുന്ന ചില രേഖകളെ അവൻ മായ്ച്ചു കളഞ്ഞു. ചില പിതൃപാരമ്പര്യ അവകാശങ്ങളുടേതായ മുദ്രകളെ കർത്താവ് നീക്കിക്കളഞ്ഞു. നമ്മെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര വലിയ ഉറപ്പാ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഈ പ്രാർത്ഥനയുടേതായ ഓരോ വാചകങ്ങളെയും എടുത്തു പറയുവാൻ തക്കോണം എനിക്ക് ആശയമുണ്ടെങ്കിൽ ഞാൻ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഭാഗം അവിടെ നിർത്തുകയാണ്. സ്വതന്ത്രം. യേശുവിൽ കാണുന്ന പ്രാർത്ഥനയുടെ അടുത്തൊരു മാതൃകയിലേക്ക് നമ്മൾ പോകുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 1-35 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ യേശു പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഏകാന്തതയിലുള്ള യേശുവിന്റെ പ്രാർത്ഥനയെ കാണിക്കുന്നു. ഏകാന്തതയിലുള്ള പ്രാർത്ഥന, ഏകാന്തത. ഏകാന്തതയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തിയിരിക്കുമ്പോൾ,
സങ്കടയാചനകളിൽ പെട്ടിരിക്കുമ്പോൾ, ആമേൻ, അകവും പുറവും നമ്മെ ഞെരുക്കുന്നതായ ശത്രുവിന്റെ പീഡനങ്ങൾ നമ്മെ വല്ലാതെ തകർത്തിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആമേൻ പ്രാർത്ഥിക്കുവാൻ കഴിയും? മനോദുഃഖത്താൽ ഉരിയാടുവാൻ കഴിയാതെ ഊമരായി പോവുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ കർത്താവ് എന്താ ചെയ്തത്? അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ ഏകാന്ത നിമിഷങ്ങളിലെല്ലാം പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ സജീവമായി തുടരുവാൻ യേശു കർത്താവ് ഇഷ്ടപ്പെട്ടിരുന്നു. പലപ്പോൾ നമ്മെ കർത്താവ് പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നതും ഏകാന്ത നിമിഷങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദാവീദ് ശക്തനായ ഒരു മനുഷ്യൻ, തന്റെ ഏകാന്തതകളായിരുന്നു തന്നെ ഏറ്റവും തികഞ്ഞ സംഗീതജ്ഞനാക്കി മാറ്റിയെടുത്തത്, പ്രാർത്ഥന പോരാളിയാക്കി മാറ്റിയെടുത്തത്, യുദ്ധ അഭ്യാസിയാക്കി തന്നെ പണിതെടുത്തത് തന്റെ ഏകാന്ത നിമിഷങ്ങളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കൂടെ സംസാരിക്കുവാൻ ആരുമില്ലായിരുന്നു. കുറെ വന്യമാകുന്ന അന്തരീക്ഷം, ആടുകൾ മേയിച്ചു കൊണ്ടുപോകുന്ന അജപാലന മേഖല, അവിടെ വന്യമാകുന്ന അനുഭവങ്ങൾ, ആരും ഒന്ന് പറയുവാനോ സംസാരിക്കുവാനോ കൈത്താങ്ങലായിരിക്കുവാനോ ആരും തന്നെ ഇല്ല. ആ ഏകാന്ത നിമിഷത്തിലും അവൻ എന്താ ചെയ്തത്? അവൻ ദൈവികമാകുന്ന ആ സമ്പർക്കത്തില്, ആ കമ്മ്യൂണിക്കേഷനിൽ തുടരുവാൻ തക്കോണം താൻ ഇഷ്ടപ്പെട്ടു. അവൻ എന്റെ സങ്കടയാചന കേൾക്കണമേ, ഞാൻ നിന്നോടല്ലോ അപേക്ഷിക്കുന്നത്. കർത്താവെ, നീ മാറിയിരിക്കുന്നത്, നീ എന്ത് ദൂരത്തിരിക്കുന്നത്, നീ എന്നെ കാണാതിരിക്കുന്നത് എന്ത്? കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലും തോറും ആ ദൈവിക ഇടപെടലിന് വേണ്ടിയിട്ട് വാഞ്ചിച്ചുകൊണ്ട് നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ കൗരവപുത്രനെ പറയുന്നു, ഇതുപോലുള്ളൊരു അഭിവാഞ്ച എന്റെ ഹൃദയത്തിന്റെ ഉള്ളിനകത്തുണ്ട്, കർത്താവുമായി ഇരിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്റെ പ്രാർത്ഥനാ ജീവിതവുമായി എന്റെ പൂർവ്വകാല ജീവിത അനുഭവങ്ങളൊക്കെ പഠിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും എന്നെയും കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് അധികമായിട്ട് ഏകാന്ത ജീവിതങ്ങളിലായിരുന്നു. ശരിക്കും ഞാൻ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായ ഒരു കാലഘട്ടം. എന്റെ മകളുടെ MBBS പഠനത്തിന് ശേഷമായിട്ട് അവള് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെന്നൈയിലാണ് അവൾ പഠിച്ചത്. ആ ഒരു വർഷക്കാലം അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൾ എന്നോട് പറഞ്ഞു, മമ്മിയെ എന്റെ കൂടെ ഒന്ന് വന്ന് നിൽക്കണമെന്ന്. അങ്ങനെ അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വർഷം എനിക്ക് ചെന്നൈയിൽ അവളോടൊപ്പം താമസിക്കുക, അവിടെ പോയി പാർക്കാനായിട്ട് അവസരത്തെ നൽകി തന്നു. ഞാൻ എന്റെ തിരക്കുകൾക്കിടയിൽ നിന്നും ശുശ്രൂഷകളുടെ ഇടയിൽ നിന്നും എല്ലാറ്റിൽ നിന്നും മാറിപ്പോയി നിന്ന ഒരു സാഹചര്യം, ഒരു അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കിരിക്കുന്നതായ ഒരു സാഹചര്യം നോക്കൂ. ഏകാന്തതയിൽ മാത്രം അവൾ രാവിലെ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അവൾ തിരികെ വരും. ബാക്കി സമയമൊക്കെ ഫ്രീ ടൈം. ഞാൻ എന്റെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം വെറുതെ ഇരിക്കുകയാണ്. ഞാൻ ഈ വീട്ടില് വളരെ ആക്റ്റീവായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ തന്നെ ഇല്ലായിരുന്നു. ചുറ്റും നോക്കുമ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം, പച്ചപ്പ് പോലും കാണാൻ കഴിയുന്നില്ല. ആ എക്സ്പ്രസ് ഹൈവേയിലൂടെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ഓടി പോകുന്നതല്ലാതെ മറ്റൊന്നും തന്നെ കാണാനില്ല, ആരും സംസാരിക്കാനില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം. അപ്പൊ ഞാൻ ചെടികളെയും മരങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് പോയപ്പോൾ കുറെ ചെടികളെ കൊണ്ടുവന്ന് അവിടെ നട്ടു, അതായത് പോട്ട് ചെയ്തു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടുത്തെ വെള്ളം കൊണ്ട് എങ്ങനെ അത് പട്ടുപോയി. പിന്നെ ഞാൻ അവിടുത്തെ ചെടി നഴ്സറിയിൽ നിന്ന് കുറെ ചെടികൾ മേടിച്ചുകൊണ്ട് വന്നിട്ടു അതിനെയും പരിപാലിക്കാൻ തുടങ്ങി. പക്ഷെ അതും നിലനിന്നില്ല. പിന്നെ അടുത്ത് ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കാറ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, അതൊക്കെ ശരിയാണെങ്കിൽ പോലും ഞാൻ ആ സമയാസമയമുള്ള പ്രാർത്ഥന എന്നല്ലാതെ ഒരു ഡീപ്പസ്റ്റ് വെള്ളത്തിലേക്കുള്ള പ്രാർത്ഥനയുടെ സജീവ സാന്നിധ്യം അന്തരീക്ഷവും എനിക്ക് ഒരുങ്ങപ്പെട്ടില്ലായിരുന്നു. ഞാൻ തമിഴ് ഭാഷ എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ തമിഴ് ഭാഷ പഠിക്കാമെന്നുള്ള ഒരു പുസ്തകം ഞാൻ വാങ്ങി അവിടെ കൊണ്ടുപോയി തമിഴ് അക്ഷരമാലകളെല്ലാം നന്നായി പഠിച്ചു. 3 മാസം എടുത്ത് അത് പഠിക്കാൻ വേണ്ടി. എഴുത്തും വായനയും നന്നായി പഠിച്ചു, പക്ഷെ എനിക്ക് സംസാരിക്കാനായിട്ട് അറിയത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രോബ്ലം. ഭാഷ എഴുതാനും വായിക്കാനും പഠിച്ചു, ആരുടെ സഹായം ഇല്ലാതെ ആ പുസ്തകം കൊണ്ട് ഞാൻ പോയി പഠിച്ചു. അപ്പൊ അങ്ങനെ ഒരു 3 മാസം, ഏകദേശം 3-3.5 മാസത്തോളമൊക്കെ ഞാൻ ഇങ്ങനെ തള്ളി നീക്കി. പക്ഷെ എന്നാലും എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുന്നില്ല. ഞാൻ ഏകാന്തതയിൽ തന്നെ ഇങ്ങനെ തുടർന്നു. ഞാൻ എനിക്ക് ഒരു സംതൃപ്തി ഇല്ല, ശൂന്യത മാത്രം എന്റെ ജീവിതത്തില്. അന്നേരം കർത്താവിനെ ഇരുത്താൻ പഠിപ്പിച്ചത്, അവന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ. മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു, നല്ല അംശം തെരഞ്ഞെടുത്തു. അവൾ പോകുന്ന ആ സമയം മുതൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ നീണ്ട മണിക്കൂറുകൾ, തിരിച്ച് അവൾ 6-7 മണിക്കൂർ കഴിഞ്ഞ് കോളേജിൽ വന്ന് ബെല്ലടിക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥന വിട്ട് എഴുന്നേൽക്കുന്നത്. ആത്മാവിൽ പോരാടുവാൻ. അതുവരെ ഒരു യാചനാ പ്രാർത്ഥനക്കാരിയായിരുന്നു ഞാൻ. തരണേ 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 എന്നുള്ളത്. കർത്താവ് ആ ദിനങ്ങളിലെല്ലാം എന്നെ പഠിപ്പിച്ചത്, നീ യാചനാ പ്രാർത്ഥനക്കാരിയായിട്ടിരിക്കല്ല, നീ പോരാടി പ്രാർത്ഥിക്കുന്നവളായി തീരണം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അനവധി വിഷയങ്ങളുടെ നടുവിൽ അത് പോരാടി തന്നെ വൈശാചിക ശക്തി അതിന്റെ മേഖലകളോട് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ച് അവയെ തകർത്തുകൊണ്ട് അതിന്മേൽ ജയമെടുക്കുവാൻ തക്കോണം ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കി. അക്ഷരാർത്ഥത്തിൽ ഞാൻ അനേക രോഗികളുടെ അടുക്കൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്ക് ആ പ്രാർത്ഥനാ മുറിയിൽ ഫീൽ ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു.
ഹോസ്പിറ്റലിലേക്ക് ആത്മാവിൽ ഞാൻ ചലിച്ചു ചെന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ഇരുന്ന് കണ്ണുനീര് ഒഴുക്കി പ്രാർത്ഥിക്കുക. എന്റെ കണ്ണിൽ നിന്ന് ലിറ്ററലി കണ്ണുനീര് ചാടുകയായിരുന്നു. ഹല്ലേലൂയ. അത്രയും മാത്രം മനോഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് പോരാടി ഒരുപാട് അനുഭവങ്ങൾ, കർത്താവ് ദിവ്യമാകുന്ന ദർശനങ്ങളും വെളിപ്പാടുകളും അതിൻ്റെതായ പ്രത്യേക മേഖലകൾ എനിക്ക് ഓപ്പൺ ആക്കി തരുവാനായിട്ട് ഇടയായി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടുക മാത്രമല്ല, അനവധി വിഷയങ്ങൾക്കകത്ത് പെൻഡിങ്ങിൽ കിടന്നു ഒത്തിരി വിഷയങ്ങൾക്കകത്ത് ദൈവിക മറുപടി കാണുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ കൃപ എന്നല്ലാതെ കർത്താവ് നമ്മെ പഠിപ്പിച്ചെടുത്താൽ, ദൈവം നമ്മെ ഇരുത്തിയാൽ, അവന്റെ പാദപീഠത്തിൽ നമ്മളൊന്ന് ഇരുന്ന് കരഞ്ഞു തുടങ്ങിയാൽ അതൊരു വലിയ ടേസ്റ്റ് ആണ്, നമുക്ക് പറയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പിന്നെ അവൾ വന്ന് വിളിക്കുമ്പോൾ എനിക്ക് അതൊരു ഡിസ്റ്റർബ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. ഈ സമയം പോണം ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത്രയും മണിക്കൂറുകൾ എന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയത്. പക്ഷെ ഇപ്പോഴും ഞാൻ വീണ്ടും നാട്ടിലേക്ക് വന്നപ്പോൾ പഴയ തിരക്കുകളിലേക്ക് ഞാൻ പോയി. എന്റെ ആത്മാവ് വാഞ്ചിക്കുകയാണ് അതുപോലുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ, ഇരിപ്പാൻ, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി ഇരിപ്പാൻ തക്കവണ്ണം കഴിയട്ടെ. ഹല്ലേലൂയ. ഇപ്പോഴൊക്കെ സ്പെൻഡ് ചെയ്യുന്ന അവധി കാലങ്ങളിൽ 21 ദിവസമൊക്കെ ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നാണ് ആത്മസന്തോഷം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അനേകരുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ശുശ്രൂഷകളിലൂടെ വെളിപ്പെട്ട് വരുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ പറയുന്ന സ്ഥലത്ത് ഒരു CSI സഹോദരിയുടെ വീട്ടില് ചില ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപവാസ പ്രാർത്ഥനകൾ വെക്കാറുണ്ട്. അവരുടെ കൂട്ടുകാരൊക്കെ യോഗത്തിന് ക്ഷണിക്കുന്ന പതിവായിരുന്നു. ഒരു യോഗത്തില് അങ്ങനെ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അമ്മച്ചി, പ്രായമുള്ള ഒരു അമ്മ അവിടെ വന്നിരുന്ന് ഇരിക്കുകയായിരുന്നു. അവരോട് ദൈവത്തിന്റെ ആത്മാവ് വാസ്തവമായി തൊടുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ അവരെ ആദ്യമായിട്ട് കാണുന്നതാണ്, അതിനു മുമ്പ് അവരെ കണ്ടിട്ടില്ല, അവരെ കുറിച്ച് ഒന്നും അറിയത്തില്ല. കർത്താവ് അവരെ വിവേചിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, നിങ്ങളെ വിട്ട് ഓടി ദൂരത്ത് പോയ മകനെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് മടക്കി വരുത്തുമെന്ന് പറഞ്ഞു. അവർ വലിയ വായിൽ പൊട്ടി നിലവിളിച്ച് തേങ്ങി കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കർത്താവ് വാസ്തവമായി അവരോട് സ്പർശിക്കുവാൻ, ഇടപെടുവാനായിട്ട് തുടങ്ങി. ഞാൻ പറയട്ടെ, ആരാധന കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞു, ഹല്ലേലൂയ 6 മാസമായി അവരുടെ മകൻ എവിടെയാണെന്ന് അറിയത്തില്ല. അവർ അന്വേഷിക്കാൻ സ്ഥലമില്ല. പോലീസ് സ്റ്റേഷനിൽ നിരന്തരം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക, മോൻ എവിടെയെന്ന് ഒരു മറുപടിയില്ല. ഹല്ലേലൂയ. ആഴ്ചയിലെ സ്വത്രം കർത്താവ് അത്ഭുതം ചെയ്തു. സ്വത്രം അവര് ആരാധന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വന്നു. അവര് പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ മകൻ എന്നെ വിളിച്ചിരിക്കുന്നു, കോട്ടയത്ത് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ പോകാനായിട്ട് താല്പര്യപ്പെടുകയാണെന്ന്. ഇപ്പോൾ അവൻ അമൽ എന്നാണ് അവന്റെ പേര്. അവന്റെ അമ്മയോടൊപ്പം ഉണ്ട്. അവൻ ചർച്ചിലൊന്നും വരുന്നില്ല, വിശ്വാസത്തിലൊന്നും അല്ല. ഈ അമ്മച്ചി CSI കാരിയാണ്, സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവിക വിശ്വാസം ദൈവം അവർക്ക് കൈമാറി കൊടുക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ട്? അവർ വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. ഹല്ലേലൂയ. ഈ ഉപവാസങ്ങൾ, ഇങ്ങനെ ഇരിക്കുന്ന ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ 21 ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നായർ സമുദായത്തിൽപ്പെട്ട ഒരു അമ്മയും മകളും ഞങ്ങളുടെ ആരാധനാലയത്തിലേക്ക് ആരാധന നടക്കുന്നു എന്ന് അറിഞ്ഞ് വരുവാനായിട്ട് ഇടയായി തീർന്നു. മകള് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മകളാണ്, 42 വയസ്സ് പ്രായമുണ്ട്, മിനി എന്നാണ് അവിടെ പേര്. ഈ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അമ്മയുടെ സഹായത്താലാണ് അവൾ പോകുന്നത്. അവര് പകല് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പകൽ ഒരു സെഷൻ ഇവർ മുടങ്ങിയിട്ടില്ല. രാത്രി വരാൻ പറ്റിയല്ല, അവർക്ക് കാഴ്ച ഇതുണ്ടല്ലോ, പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളൊപ്പം ആരാധനയിൽ ഈ മീറ്റിംഗിൽ അമ്മയും മകളും ഇരിക്കുകയായിരുന്നു. ദൈവം അവരോട് സ്പർശിച്ചുകൊണ്ടേയിരുന്നു, സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പായിട്ട് ആ അമ്മ സ്നാനം എന്ന് പറയാൻ അവർക്ക് അറിയത്തില്ല, സ്ഥാനം എന്ന് പറയാം, സ്ഥാനപ്പെടണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ ജീവിക്കുന്ന ജീവിത മാർഗം എന്ന് പറയുന്നത് ഈ തെച്ചിപ്പൂ ഉണ്ടല്ലോ, നമുക്കറിയാലോ, തെറ്റിപ്പൂ എന്ന് സാധാരണ പറയാം, തെച്ചിപ്പൂ എന്ന് പറയാം. ഇത് പറിച്ച് ശിവൻകോവിലിൽ കൊണ്ടുവന്ന് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ അവരുടെ വരുമാന മാർഗം നിന്നിട്ടില്ല, മറ്റു സോഴ്സുകളും അവർക്കില്ല. പക്ഷെ ഈ പാപം അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആ തൊഴിലിനൊരു മാറ്റം വരണം, അവർക്ക് ഒരു കുറച്ചുകൂടെ വ്യത്യാസം വരണം എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു സ്നാന ശുശ്രൂഷയിലേക്ക് കാര്യങ്ങൾ നയിക്കുവാനായിട്ട് ഇടയായില്ല എന്നുള്ളത് ഇപ്പോഴും വളരെ ഖേദത്തോടെ ഓർക്കുന്നുണ്ട്. ആ അമ്മ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമായിട്ട് അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ആ മകളെ സ്വത്രം ഏറ്റെടുക്കുവാനോ നോക്കാനോ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ഹല്ലേലൂയ. ആ മകളെ അവിടെ ബന്ധുക്കളുണ്ട്, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ടെങ്കിലും അന്ധയായ ഒരു സഹോദരി ബാധ്യതയാകുമെന്ന് കണ്ടിട്ട് അവരെല്ലാവരും കൈയൊഴിഞ്ഞു. സ്വത്രം രാഷ്ട്രീയ പ്രവർത്തകർ അവരെല്ലാം വന്നിട്ട് പറഞ്ഞു, ഇത് സംഭവിക്കുന്നത് ശനിയാഴ്ചയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ സ്ഥാപനങ്ങളൊക്കെ ഒഴിവാണ്. തിങ്കളാഴ്ച വരെ ഇവളെ എവിടെയെങ്കിലും നിർത്തണം. അപ്പൊ അതുവരെ നിർത്താൻ ആരും തയ്യാറില്ല. അവൾ അവസാനം പറഞ്ഞു, ആന്റി അമ്മയോടുകൂടെ ഞാൻ വരുന്നു, എന്നോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ 2 കരവും നീട്ടി അവളെ സ്വീകരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ 4 മാസത്തോളം അവളെ നിർത്തി, അവൾക്ക് വേണ്ടിയതെല്ലാം കൊടുത്തു. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ, അതായത് കേരളത്തിൽ ഒറ്റ സ്ഥാപനമേ ഉള്ളൂ ഭിന്നശേഷിക്കാരായിരിക്കുന്ന വനിതകളെ താമസിപ്പിക്കുന്ന തിരുവനന്തപുരം പൂജപ്പുരയിൽ ആ സ്ഥാപനമുണ്ട്. അവിടുത്തെ ഡയറക്ടറുമായിട്ട് പോയി ഞാൻ കണ്ടു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ
ചർച്ചിൽ ഇങ്ങനെ വരുന്നതാണ്. അവർ ഹൈന്ദവരാണ്, നമ്മുടെ കൺവെർട്ടഡ് ആയിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പള്ളിക്കാരായിരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചും കൊണ്ട് ഇങ്ങോട്ട് വരരുത്, 20 പേർക്കുള്ള കപ്പാസിറ്റിനകത്ത് ഉള്ളൂ, ഇപ്പം തന്നെ ഫില്ലാണ്, 1 വർഷം മാത്രം നിർത്താനുള്ള ഒരു എഗ്രിമെന്റ് എന്നെ കൊണ്ട് എഗ്രിമെന്റ് ഒക്കെ എഴുതിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരികെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ആ സഹോദരി അവിടെ നടത്തി. ഞാൻ പറയുന്നത് അവൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മൻഹലിലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ പ്രസംഗങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് അവളെ കേൾപ്പിക്കാൻ വേണ്ടി അത് കൊണ്ടു കൊടുക്കണമെന്ന് അവൾ ആവശ്യപ്പെടാറുണ്ട്. ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അത് തീരുമ്പോൾ അടുത്ത് അങ്ങനെ അവളെ കാണുമ്പോഴൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡറൊക്കെ മേടിച്ചു കൊടുത്തു. അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മെൻഹലില് സ്നാനപ്പെട്ടിട്ടില്ല, മുക്കുത്തിയും എല്ലാ ആഭരണങ്ങളും കംപ്ലീറ്റ് എങ്ങനെയാണോ അവള് ആയിരിക്കുന്ന അവസ്ഥ തന്നെ ആയിരിക്കണം. പക്ഷേ യേശുവിനുള്ള വിശ്വാസം അവിടെ മേലുണ്ട്. അവൾ പ്രാർത്ഥിക്കുന്നവളാണ്. അവൾ ആ സൂപ്രണ്ട് എന്ന് പറയുന്നത് കോഴിക്കോട്, കാസർഗോഡ് ആസിയ എന്ന് പറയപ്പെടുന്ന ഒരു മേഡമാണ്. അവര് എനിക്ക് അപ്ഡേഷൻ അന്നേ ഉള്ള ദിവസങ്ങളിലുള്ള തരാറുണ്ട്. അവർ പറയുന്നു ഹല്ലേലൂയ, അവളും അവൾക്കൊപ്പം കുറെ പേര് ഒരുമിച്ചിരുന്ന് ആമേൻ ഹല്ലേലൂയ പാട്ടുകൾ കേൾക്കുന്നുണ്ട്, അവർ വചനം ശ്രദ്ധിക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ആ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് അത് ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ പ്രാർത്ഥന അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. അവർ വീണ്ടും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പിന്നെയും നയിക്കും. ആ ഒരൊറ്റ സഹോദരിയിൽ വന്ന ഒരു വലിയ മാറ്റം അവർക്കൊപ്പം ഉണ്ടായിരിക്കുന്ന അനവധി പ്രിയപ്പെട്ടവരിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ദിവസങ്ങളെ തേടുന്നുണ്ട്. പ്രാർത്ഥന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ആമേൻ. ഏകാന്തതയിലുള്ളതായ അനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ തികഞ്ഞ പ്രാർത്ഥന വീരന്മാരാക്കി മാറ്റുന്നത്. ഈ ദിവസങ്ങളിൽ ഏകാന്തത ഏറ്റവും ഫലവത്തായ മേഖലകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് കാരണമായി തീരട്ടെ. ആമേൻ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം യേശു ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥനയുടെ മാതൃകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ പത്രോസിന്റെ വിശ്വാസം പെയ്പോകാതിരിപ്പാൻ തക്കവണ്ണം യേശു പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവേ അവരുടെ വിശ്വാസം പെയ്പോകാതിരിപ്പാൻ, ഇന്ന സഹോദരിക്ക് കൊടുത്തിരിക്കുന്ന ആ ആത്മദർശനം ആ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, ആ ചെറിയ വെളിച്ചം അത് വലിയ പ്രകാശമായി തീരുവാൻ, ഇരുളിൽ പ്രകാശിക്കുന്ന സത്യ വെളിച്ചമായി ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രകാശം അവരുടെ ഹൃദയത്തിനകത്ത് അവരുടെ ജീവിതത്തിനകത്ത് വിളങ്ങിയതുപോലെ അത് മറ്റുള്ളവരിലേക്ക് വിളങ്ങുവാൻ, ഇത് തന്നെയാണ് ഞാനും ഈ സഹോദരിയിൽ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. യേശു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം. ആമേൻ. യേശു ഗത്സമനയിൽ പ്രാർത്ഥിച്ചു. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. കഴിഞ്ഞ ആഴ്ച മുഴുവനും നമ്മൾ കേട്ട കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളും യേശു പ്രാർത്ഥിച്ച എന്തായിരുന്നു? പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. ആമേൻ. ഹല്ലേലൂയ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ. പലപ്പോഴും വേദനകളുടെയും ദുഃഖങ്ങളുടെയും ആധിക്യം നമ്മുടെ മേൽ കടന്നുകൂടുമ്പോൾ എനിക്കിനി വഹിക്കാൻ പറ്റുന്നില്ല കർത്താവേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ കഴിയുകയല്ല, എന്റെ ഭാരം എന്റെ തലയ്ക്ക് മീതെ ആമേൻ കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിക്കുമ്പോൾ കർത്താവ് ഇന്ന് രാത്രികാലം നമ്മുടെ ഭാരങ്ങളെ ലഘൂകരിച്ച് ഈസിയായി ആമേൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം അവന്റെ ബലമുള്ള ഭുജം നമ്മുടെ മേൽ നീട്ടിത്തരും, വെളിപ്പെടുത്തി തരും. തന്റെ ദൂതനെ കർത്താവ് ഇറക്കി ആമേൻ ഹല്ലേലൂയ ബലപ്പെടുത്തിയതുപോലെ ആ സ്ഥാനങ്ങളിലെല്ലാം ആമേൻ തളർന്നിരുന്ന സമയത്ത് ആമേൻ ഹല്ലേലൂയ കർത്താവ് ദൈവം തന്റെ ദൂതനെ അയച്ചു യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ക്ഷീണിതരായിരിക്കുമ്പോൾ, നമ്മൾ അവശരായിരിക്കുമ്പോൾ, നാം രോഗിയായിരിക്കുമ്പോൾ, നമ്മൾ ആമേൻ ഹല്ലേലൂയ മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിലകളിൽ ഒരുപാട് ആമേൻ ഹല്ലേലൂയ കൺഫ്യൂഷൻ ജീവിതത്തിന്റെ മേൽ കടന്നു വരുമ്പോൾ, സമ്മർദ്ദങ്ങളിൽ നിന്ന് സമ്മർദ്ദങ്ങളിലേക്ക് അടിപെട്ടു പോകുമ്പോൾ കർത്താവ് പിന്നെയും തന്റെ ദൂതനെ അയച്ചു. ദൈവം തന്റെ സാമീപ്യം കൊണ്ട്, ദൈവികമാകുന്ന ദർശനങ്ങൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കൃപയുടെ മഹത്വം ഇന്ന് രാത്രിയിലും നമ്മുടെ ജീവിതത്തിന്മേൽ വർദ്ധിച്ചു വരട്ടെ. അവന്റെ ബലമുള്ള ഭുജങ്ങളിൽ പിന്നെയും ആമേൻ ആശ്രയിപ്പാൻ ഇടയായി തീരട്ടെ. യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ലൂക്കോസ് 23-ന്റെ 34-ാമത്തെ വാക്യത്തിൽ, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചത് ഇങ്ങനെ തന്നെ, ശത്രുക്കളെ സ്നേഹിപ്പി, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ഇവിടെയും കർത്താവ് ആ മാതൃക ഫോളോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ആമേൻ. പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ പ്രാർത്ഥനയോടുകൂടെ തുടങ്ങുന്ന 7 മൊഴികളാണ് തുടക്കമൊഴി. ഇതാണെങ്കിൽ ഒടുക്കമൊഴിയും എന്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ലൂക്കോസ് 23-ന്റെ 46 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ക്ഷമിക്കുന്ന ദൈവമാണ്. കർത്താവ് ഹല്ലേലൂയ എല്ലാവരും ഉൾക്കൊള്ളുന്ന ദൈവമാണ്. ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും എല്ലാം യേശുവിലും നാം ദൈവത്തിന്റെ ആ കൃപയിലുള്ളതായ ആ ശരണത്തിലും തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ ആശിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം.
അപ്പോൾ മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകളും ഇല്ലേ? ഉണ്ട്, ഒരുപാട് മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകൾ. യേശുവിന്റെ ജീവിത പ്രാർത്ഥന മാതൃക അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മറുപടി ലഭിക്കാത്ത ഒത്തിരി പ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പൗലോസ് ജീവിതത്തില് തന്റെ ജീവിത കഷ്ടാനുഭവങ്ങളിൽ പ്രാർത്ഥിച്ചു, അല്ലെ? അതിനകത്തൊരു മറുപടി ലഭിക്കേണ്ടതിന് താൻ 3 വട്ടം ഇതൊന്നും ഉപവസിച്ചു. പക്ഷെ അതിനകത്തൊന്നും ഒരു മറുപടി ഉണ്ടായില്ല. ദൈവത്തിന്റെ കൃപയാണ് വെളിപ്പെട്ടു വന്നത്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് യേശു കർത്താവ് പറയുണ്ടായി. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായ ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായ ദൈവശക്തി വലുതാണ്. 2 കൊരിന്ത്യർ ലേഖനം 12-7-8 വാക്യങ്ങൾ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ജഡത്തിന്റെ ശൂലനിമിത്തമാണ് ദൈവസന്നിധിയിൽ താൻ ഇരിപ്പാനിടയായി തീർന്നത്. യോഹന്നാൻ 14:14 പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരുമെന്നാണ്. അപ്പോൾ വചനത്തിന്റെ ഉറപ്പെന്താണ്? യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ ചെയ്തു തരുമെന്നാണ്. എന്നാൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ല? ആമേൻ. യോഹന്നാൻ 15:7 പറയുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തായാലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. യാക്കോബ് 5:15 പറയുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് ഉറപ്പ് നൽകുമ്പോൾ തന്നെയും ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ ഉറപ്പ് ഇവർക്ക് ലഭിച്ചു. പ്രാർത്ഥനയിൽ മുട്ടിപ്പായി അയച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും ആഗ്രഹിച്ചതായ വിഷയത്തിനകത്ത് മറുപടി ലഭിക്കുന്നില്ല. പ്രാർത്ഥന ഫലിക്കാതെ പോകുന്നു എന്നതിന്റെ ഒരു കാരണം നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ കുറവാണോ പ്രിയരെ? അല്ല, വിശ്വാസം കുറഞ്ഞിട്ടല്ല, ദൈവം ചിലതൊക്കെ അനുവദിച്ചു തരികയാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 ബാലന്മാർ തീയിൽ അകപ്പെട്ടവരാണ്. മനഃപൂർവ്വം അല്ല വീണത്, ദൈവനാമ നിമിത്തം. അവർ ഉറച്ച വിശ്വാസത്തിലും എടുത്ത തീരുമാനത്തിലും അതിന്റെ ആധാരത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അഗ്നിശോധനയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എങ്കിലും അവരുടെ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല. ദൈവത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ശോധന അവരുടെ ജീവിതത്തിൽ വരുത്താതെ വെക്കാമായിരുന്നു, സാധാരണ ചിന്തിക്കുന്ന മനുഷ്യരെ പോലെ നാം ചിന്തിച്ചാൽ. എന്നാൽ ദൈവത്തിന് വേണമെങ്കിൽ ഹല്ലേലൂയ, ആ പരിശോധനയുടെ കാഠിന്യത്തെ കുറച്ചു കൊടുക്കാമായിരുന്നു. എനിവേ ദൈവം അതൊന്നും ചെയ്തില്ല. ദൈവം എന്താ ചെയ്തത്? തീച്ചൂള അത് 7 മടങ്ങ് അവർ കൂട്ടി. എന്ന് വെച്ചാൽ ആ ഹാർഡ്ഷിപ്പിലേക്ക്, കഠിന ശോധനയുടെ മേഖലയിലേക്ക് അത് പോയെങ്കിലും ദൈവം തീയോടുകൂടെ അവരുടെ നടുവിൽ ഇറങ്ങി നിന്നു. അവരെ ഒറ്റയ്ക്കല്ല വിട്ടത്, അവർക്കൊപ്പം ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പരിശോധനയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കർത്താവ് ഇറങ്ങി നിൽക്കും. ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. എല്ലാത്തിനും മറുപടി ലഭിച്ചു എന്ന് വരികയല്ല. പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ 3 രീതിയിലാണ്. ചിലത് യെസ്, ആമേൻ, കർത്താവ് ചെയ്തിരിക്കുന്നു. ചിലത് വെയിറ്റ്, അല്പസമയം കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. മനുഷ്യന് പറ്റാത്ത ഒരു കാര്യമാണ് കാത്തിരിക്കുക എന്നുള്ളത്. ആമേൻ. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ എത്രയോ നാൾ കൊണ്ട് കാത്തിരിക്കുന്നു. അത് നമ്മുടെ മനസ്സിൽ മാറിപ്പോകാത്ത ഒരു നേർരേഖയായി വരച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ക്ഷമയോടെ ഇരിക്കുക. സഹനങ്ങൾ എപ്പോഴും ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന ഒന്നാണ്. കരുണയ്ക്കായി കാത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. ചിലത് നോ എന്നാണ്, അത് നമ്മൾ അതുപോലെ അംഗീകരിക്കുക. എല്ലാം നടക്കണമെന്നുള്ള പിടിവാശിയാണ് പലപ്പോഴും ആത്മാർത്ഥത നഷ്ടപ്പെടുന്നത്, പലപ്പോഴും വിശ്വാസം നഷ്ടപ്പെടുന്നത്, പ്രാർത്ഥനയും ആരാധനകൾക്കും മുടക്കം വരുന്നത്, ആദ്യ വിശ്വാസത്തിൽ തുടരുവാൻ കഴിയാതെ പോകുന്നത്. ഞാൻ ശഠിക്കുന്നതെല്ലാം എന്റേതാകണം, ഞാൻ ശഠിക്കുന്നത് പോലെ നടക്കണം, ഞാൻ ചിന്തിക്കുന്നതെല്ലാം നടന്നു കിട്ടണം, അതെല്ലാം എന്റേതാകണം എന്നുള്ളതാണ്. ചിലതൊക്കെ കർത്താവ് നമ്മെ സ്റ്റോപ്പ് പറഞ്ഞ്, നോ പറഞ്ഞ്, ലിമിറ്റുകൾ ഇട്ട് നിർത്തിയിരിക്കുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടൊന്നുമല്ല. ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് പിന്നെയും കാത്തിരിക്കുവാൻ തക്കവണ്ണം, സഹനത്തോടിരിപ്പാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. യാക്കോബ് 4:3 പറയുന്നു, സ്വാർത്ഥപരമായ മറുപടിക്കൊന്നും പ്രാർത്ഥന ലഭിക്കുന്നില്ല. സ്വാർത്ഥതയിലുള്ള പ്രാർത്ഥനയ്ക്ക് എന്ത് ലഭിക്കുന്നില്ല? മറുപടി ലഭിക്കുന്നില്ല. സ്വാർത്ഥതയ്ക്ക് അടയാളം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞ യാക്കോബിന്റെ യോഹന്നാന്റെ പ്രാർത്ഥനയുടെ ഒരു മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യം അവരുടെ ഒരു പ്രാർത്ഥനയുടെ മാതൃകയാണ്. അവരുടെ മാതൃക എന്തായിരുന്നു? കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീ ഇറക്കി ഇവരെ നശിപ്പിക്കണമേ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അപ്പൊ ഇവർ രണ്ടുപേരും ഇടിമക്കൾ, പക്ഷെ ഇവരുടെ മനോഭാവം ഒന്നായിരുന്നു, അവരുടെ ചിന്താഗതികൾ എല്ലാം ഒന്നായിരുന്നു. അവരുദ്ദേശിച്ച നിലയിൽ ജനത്തിന്റെ ഇടയിൽ രൂപാന്തരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിനോട് പറയാണ്, കർത്താവേ, നീ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി ഇവരെന്ത് ചെയ്യണം? നശിപ്പിച്ചു കളയണം. കാരണം ഇവർക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, മനസാന്തരം സംഭവിക്കുന്നില്ല. ഒരു വലിയ അത്ഭുതം അവർ കാണട്ടെ, ദഹിപ്പിക്കുന്ന അഗ്നി അവർ അറിയട്ടെ. ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രാർത്ഥനയുടെ മോഡൽ എന്ന് പറയുമ്പോൾ. അങ്ങനെയല്ലേ അവർ പ്രാർത്ഥിച്ചത്. പക്ഷെ യേശു അത് ചെയ്തോ? ഇല്ല. ഏലിയാവിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ,
ആഹാസ്യ രാജാവായിരുന്ന, അതായത് അദ്ദേഹത്തിന്റെ പേര് അഹസ്യ രാജാവായിരുന്ന എക്രോനിലെ ദേവനിലെ പ്രസാദിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ആശിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അഹസ്യ രാജാവ്. ദൈവത്തെ വിട്ടു, ദൈവിക പ്രമാണം വിട്ടു, ദൈവിക ഇടപെടൽ വിട്ടു, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിലനിന്നു, വിഗ്രഹങ്ങളെ സേവിച്ചു, അതിന്റെ ആലോചന അനുസരിച്ച് നടക്കുവാൻ താൻ ഇഷ്ടപ്പെട്ടു. ആലോചന ചോദിച്ചു, താൻ കിടക്കുന്ന കിടപ്പോടുകൂടെ തന്നെ നഷ്ടമായി പോകും, നശിച്ചു പോകും, ജീവൻ രക്ഷയില്ല എന്നുള്ള കാര്യം ബോധ്യമായപ്പോൾ ആ മനുഷ്യൻ എന്താ ചെയ്തത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 1 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 51 സേനാനി വീതമുള്ള 2 കൂട്ടത്തെ അദ്ദേഹം പറഞ്ഞയക്കുകയാണ്. അതായത് 102 കൂട്ടത്തെ അദ്ദേഹം പറഞ്ഞു വിട്ടു. നീ 102 കൂട്ടത്തെയും ക്ഷണനേരം കൊണ്ട് ആ മെൻഹലിലെ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആകാശത്ത് തീ ഇറങ്ങി ആ 50 ആളുകളെ ദഹിപ്പിച്ചു കളയുവാൻ തക്കൊണ്ടിടയായി തീർന്നു. ഏലിയാവിന്റെ അപേക്ഷയ്ക്ക് ഉത്തരമായോ? ഉത്തരമായി. ഫലമുണ്ടായോ? ഉണ്ടായി. എന്താ സംഭവിച്ചത്? 102 പേര് അധപ്പതിച്ചു പോകുവാൻ, നശിച്ചു പോകുവാൻ, ചാമ്പല് ആയി തീരുവാൻ തക്കോണം, ചാരമായി തീരുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സകലവും കഴിയും, സകലവും ദൈവത്താൽ സാധ്യമാണ്. എങ്കിലും ദൈവത്തിന് അരുതായ്മകളുണ്ട്, ചെയ്യാൻ പറ്റാത്തത്. അതായത് ചിലതൊക്കെ ദൈവം ചെയ്തു തരാറില്ല, ചിലതിലൊക്കെ ദൈവം ലിമിറ്റ് ഇടാറുണ്ട്. ഹല്ലേലൂയ. സ്വോത്രം സ്വോത്രം സ്വോത്രം. എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ വരുത്തിയിട്ട് അതിനെ ദൈവം ന്യായീകരിച്ച് തരികയല്ല. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്കുകൾ വന്നിട്ട് അത് ശരിയായി മാറണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്ന ഫാൾട്ടാണ്, ശരിയാണ്, ഞാൻ അത് അനുദപിക്കുന്നു, അത് എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം ഒരുപക്ഷെ നമ്മുടെ ആ പാവത്തെ അല്ലെങ്കിൽ ആ ചെയ്ത തെറ്റിനെ കർത്താവ് ക്ഷമിച്ചതിരിക്കും. പക്ഷെ അതിനെ ശരിയാക്കി തരണമെന്ന് പറഞ്ഞാൽ കർത്താവ് അംഗീകരിച്ചില്ല. അതുകൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന അസാധ്യമായിട്ടൊന്നുമില്ല. എന്നാൽ ദൈവത്തിന് അരുതാത്തത് പലതുണ്ട്. നാം വരുത്തി തീർക്കുന്ന വിനകളെല്ലാം ദൈവം ഏറ്റെടുക്കാറില്ല. അതുകൊണ്ടാണ് കെട്ടിയവർ കെട്ടഴിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ചിലരൊക്കെ മനഃപൂർവ്വമായി ബന്ധനങ്ങളിൽ പെട്ടുപോകുന്നവരുണ്ട്, ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുന്നവരുണ്ട്. അവരവരായിട്ട് തന്നെ പുറത്തേക്ക് വരുവാൻ തക്കോണം അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായി ആഴങ്ങൾ സ്പർശനങ്ങൾ വെളിപ്പെട്ടുകൊണ്ട് അവൻ എവിടെയാണ് വീണിരിക്കുന്നത്, ഏത് അവൻ എവിടെ നിന്നാണ് പോയിരിക്കുന്നത്, ആദ്യ സ്നേഹം വിട്ടുപോയോ, ദൈവകൃപയുടേതായ അളവറ്റ വ്യാപാരം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ചോർച്ച സംഭവിച്ചോ, എവിടെയെങ്കിലും പാളിച്ചകൾ വന്നുപോയോ എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെന്ന് കഴിഞ്ഞാൽ വാസ്തവമായിട്ട് കെട്ടിയ കെട്ടുകളിൽ നിന്നും നാം ഒരുക്കി വെച്ചിരുന്നതായ എല്ലാ കെണികളിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിച്ച് വിടിവിപ്പാൻ തക്കോണിടയായി തീരും. സങ്കീർത്തനം 145:18 ഇങ്ങനെ പറയുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. നമ്മുടെ ദൈവം ആരാകുന്നു? വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. കരുണയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. നെപ്പോളിയൻ എന്ന് പറയപ്പെടുന്നതായ ചക്രവർത്തി തൻ്റെതായ ഒരു പടയാളിക്ക് വധശിക്ഷ വിധിക്കുകയുണ്ടായി. ഇതറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകൾ ചക്രവർത്തിയുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യാചിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ചക്രവർത്തി എന്താ പറഞ്ഞത്? സ്വത്രം, ഞാൻ എന്റെ ന്യായങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്, ന്യായങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ചക്രവർത്തി, ഞാൻ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഈ കുട്ടിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു മാറ്റമുണ്ടായി. അദ്ദേഹം ആ പടയാളിയെ മോചിപ്പിക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ന്യായത്തിന് വേണ്ടിയിട്ടല്ല നാം ദൈവസന്നിധിയിൽ അപേക്ഷിക്കേണ്ടത്, കരുണയ്ക്ക് വേണ്ടി. അതുകൊണ്ട് യാക്കോബ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ പറയുന്നു. ഏതു സമയത്തും കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുവാൻ തക്കോണം ഒരിടമുണ്ട്. അവിടെ നമുക്ക് സദാ കയറി ചെല്ലുവാനായിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ട്. ദൈവം നമുക്ക് വേണ്ടിയിട്ട് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ ദയയാണ്. നമ്മെ കരുതുന്ന ദൈവം കൂടെയുണ്ട്. നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം ആ ദൈവികമായ ഇടപെടൽ ഏറ്റവും വലുതായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവ മക്കൾക്കും ഒരു പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ശേഷിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി എനിക്ക് സൂചിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങൾ മാത്രമല്ലയോ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് അളവറ്റ സ്നേഹമുള്ളവനും ആത്മദാഹമുള്ളവനാകൊണ്ട് ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരത്തിലേക്ക് വരുവാൻ തക്കവണ്ണം യേശു കർത്താവ് ഇഷ്ടപ്പെടുകയാണ്. ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എന്താ പറയുന്നത്? നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. സങ്കീർത്തനം 2:9. നമുക്ക് അവകാശമുണ്ട് ചോദിക്കുവാൻ. ആത്മസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങൾ അധികമായി വർദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഹല്ലേലൂയ. ഇതൊരു അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണമാണ് എന്ന് നമുക്കറിയാം. യുദ്ധങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധശ്രുതികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. മനുഷ്യരെ എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വളരെ ആശങ്കയിലാണ്. എങ്കിലും ദൈവത്തിൽ പ്രത്യാശിക്കുന്ന ഒരു ദൈവത്തിന് ഒരു ഉറപ്പ് കർത്താവ് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. നീ നിന്റെ കുടുംബം രക്ഷപ്പെടുക മാത്രമല്ല, നീ യാചിക്കുന്ന ഓരോ ആത്മാവിനെയും ഞാൻ നിന്റെ കരങ്ങളിൽ കൈമാറി തരും. എഹെസ്കേൽ 36:37 പറയുന്നു, ഇസ്രായേൽ ഗ്രഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. പ്രൈസ് ഗോഡ്. നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്തു തരും.
എന്താണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്? ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകുറ്റത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. കർത്താവ് നമുക്ക് ആളുകളെ, മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർത്തിരിക്കുന്ന കർത്താവ് നമ്മെ ആട്ടിൻകൂട്ടത്തെ പോലെ ഒരു വർധനവിലേക്ക്, ആത്മാക്കളുടെ വർധനവിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. ആകയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിശാലത ഉണ്ടാകട്ടെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ വർദ്ധിക്കട്ടെ. മിഷൻ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഒരു വലിയ ദൗത്യം തന്നിട്ടുണ്ട്. ആ വിഷന്റെ അടിസ്ഥാനത്തിലാണ് മിഷൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ, ആ ഭവനത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹൗസ് ഓഫ് പ്രയർ ആയിരുന്നു. അതിന് ഒരു ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭവനം. താനും തന്റെ വീട്ടുകാരടക്കം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ കൊണ്ടുവരുവാൻ പറയുമ്പോൾ പത്രോസ് എത്തിച്ചേരുമ്പോൾ തന്നെ ആ വീട് നിറയെ ആൾക്കാരായിരുന്നു. കാരണം പ്രാർത്ഥിക്കുന്ന ഭവനത്തിനകത്ത് മറ്റുള്ളവർ കൂടെ സ്പേസ് ഉണ്ട്. ചുറ്റുപാടുള്ളവര്, നൈബേഴ്സ് എല്ലാവർക്കും വന്നിരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആ വീട്ടിനകത്തുണ്ടായിരുന്നു. നമ്മുടെ ഭവനങ്ങളിലെല്ലാം നടക്കപ്പെടുന്ന യോഗങ്ങളിലൂടെ നമ്മുടെ നൈബേഴ്സ് എല്ലാം വന്നു ചേരട്ടെ, യേശുവിനെ കുറിച്ച് അവർ അറിയട്ടെ, അവരുടെ ജീവിതത്തിനകത്ത് സമസ്തമായ മേഖലകളിലും മാറ്റം സംഭവിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവിന്റെ കരം അവിടെയെല്ലാം ചലിച്ചു തുടങ്ങട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പീഡനങ്ങളുടെ നടുവിലുള്ള ജനത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവരിങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: സൗഖ്യമാക്കുവാൻ നിന്റെ കരം നീട്ടുന്നതിനാൽ, നിന്റെ അഭിഷക്തദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്? പരിശുദ്ധ ആത്മാവ് വീട് മുഴുവനും നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു തുടങ്ങി. ഒരാൾ മാത്രമല്ല വചനം പ്രസംഗിക്കുവാൻ തുടങ്ങിയത്. എല്ലാവർക്കും ദൈവം ധൈര്യം കൊടുത്തു. ഹല്ലേലൂയ. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവർ ഇരുന്നെടുത്ത് പ്രത്യക്ഷത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ വലിയ മൂവ്മെന്റ് ഉണ്ടായി, ചലനങ്ങളുണ്ടായി. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ തക്കോണം തുടങ്ങി. അവിടെ പ്രാർത്ഥന വാചകം ഇന്നതായിരുന്നു: ഹല്ലേലൂയ. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. ജനപീഡനത്തിലൂടെയാണ് പോകുന്നതെങ്കിലും തളരാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക, സൗഖ്യമാക്കുവാൻ യേശുവിന്റെ കരം നീട്ടുന്നതിനാലും. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ദീർഘനാളുകൾ ചികിത്സിച്ചിട്ട് സൗഖ്യമില്ലാതെ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കരം സൗഖ്യമാക്കുവാൻ തക്കവണ്ണം നീട്ടുവാൻ മതിയായതാണ്. വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രി നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ കരം ചലിച്ചു തുടങ്ങും. പരിശുദ്ധനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു മാറ്റങ്ങളിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കും. നാളുകളായി ചുമന്ന ഭാരത്തെ ഇനി ചുമക്കേണ്ടതായിട്ട് വരികയല്ല. കർത്താവ് നമ്മുടെ മുറിവുകളെ കെട്ടിയിരിക്കുന്നു. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33:6 പറയുന്നു: ഞാൻ അവർക്ക് രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുക മാത്രമല്ല സമാധാനത്തിന്റെ സത്യത്തിന്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. രോഗശാന്തി വരുത്തും, ആരോഗ്യം കർത്താവ് വരുത്തും, സമാധാനത്തിന്റെ സത്യത്തിന്റെ സമൃദ്ധി കർത്താവ് വരുത്തി തരും. എന്തുകൊണ്ടാണ്? യേശുവിന്റെ കരം സൗഖ്യമാക്കുവാൻ തക്കവണ്ണം നീട്ടപ്പെടുന്ന കരമാണ്. ആ മുറിഞ്ഞ കരത്തിൽ സ്പർശിച്ച സകലർക്കും വിടുതലുണ്ട്, അവർക്ക് പാപമോചനമുണ്ട്, അവർക്ക് ശുദ്ധീകരണമുണ്ട്, അവർക്ക് നിത്യരക്ഷയുണ്ട്, വീണ്ടെടുപ്പുണ്ട്, സർവാശ്വാസമുണ്ട്, പരിശുദ്ധാത്മാവിനാലുള്ള നിറഞ്ഞ ഒരു ആത്മീയ ജീവിതമുണ്ട്. ഇന്ന് രാത്രിയിൽ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മുറിവുകളെ കെട്ടുന്നവൻ, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ, നമ്മുടെ രോഗത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം തരുന്നവൻ, ഇന്ന് രാത്രിയിലും ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ആഴങ്ങളുള്ള ദൈവിക സ്പർശനങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ഏൽപ്പിക്കുന്നു. കാലങ്ങളായി ചുമക്കുന്ന ആ രോഗത്തെ കർത്താവ് മാറ്റിക്കളയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മുറിവുകളെ കെട്ടുന്നതിനായി സ്തോത്രം. ആന്തരികമായ സൗഖ്യം ഇന്ന് രാത്രിയിൽ സംഭവിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. കടക്കെണിയാൽ ഭാരപ്പെട്ട് അതിൽ നിന്ന് കരയേറുവാൻ കഴിയാതെ വണ്ണം പലവിധമായ സോഴ്സുകൾ അന്വേഷിച്ചിട്ട് അവിടെയെല്ലാം മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞ് പറഞ്ഞ ഡേറ്റിനകത്ത് കാര്യം ചെയ്ത് തീർക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ ഇന്ന് രാത്രി നിരാശയോട് കഴിയുന്നതായ ആ പ്രിയ സഹോദരിയെ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അളവ് കൂടാതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ നന്മയുടെ ഒരു സമൃദ്ധി ഇന്ന് രാത്രി അവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. അസാധാരണമായ ചില വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇനി ഒരു ഡേറ്റ് പറഞ്ഞ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുവാൻ ഇടവരാതെ പറഞ്ഞ കാര്യത്തിൽ ആ ദിവസത്തിനുള്ളിൽ തന്നെ ചിലത് നടപ്പിലാക്കി എടുക്കുവാൻ കർത്താവിന്റെ നിയോഗങ്ങൾ ഇന്ന് രാത്രി ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ജോലിയുടെ സാധ്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് കർത്താവ് ശുശ്രൂഷയുടെ അതിരുകൾ വിശാലപ്പെടുന്നതിന് വേണ്ടിയിട്ട്, കർത്താവ് ഏൽപ്പിച്ചതായ ദൗത്യം നന്നായി ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്
ആമേൻ. പ്രാർത്ഥിക്കുന്ന സകല പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രിയിൽ ഏൽപ്പിക്കുന്നു. മുറിഞ്ഞ കരം കൊണ്ട് കർത്താവ് സ്പർശിക്കണം. അവിടെ എല്ലാ ഭാരങ്ങളെയും കർത്താവ് ഇന്ന് രാത്രിയിൽ നീക്കിക്കളയണം. വേദനകളെ കർത്താവ് മാറ്റണം. അസ്വസ്ഥതകളെ കർത്താവ് നീക്കണം. ദുരിതങ്ങളിൽ നിന്ന് കർത്താവ് കരയറ്റണം. സഹായിപ്പൻ അങ്ങല്ലാതെ മറ്റു ഒരിടമില്ല കർത്താവെ. അവിടുത്തെ കരമല്ലാതെ ആമേൻ ഹല്ലേലൂയ സുഖപ്പെടുത്തുവാൻ ഒന്നിനാലും സാധ്യമല്ല. ഇന്ന് രാത്രി കർത്താവെ രോഗശാന്തി തന്റെ ജനത്തിന്മേൽ കൽപ്പിക്കണമേ. ആരോഗ്യം തന്റെ ജനത്തിന്റെ മേൽ കൽപ്പിക്കണമേ. സമാധാനത്തിന്റെ സമൃദ്ധി തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഏതെല്ലാം തലങ്ങളാൽ അവർ ഒതുങ്ങിയിരിക്കുന്നുവോ അതിനെല്ലാം യേശുവിന്റെ നാമത്തിൽ രാത്രികാലം നീക്കിക്കളയുന്നു. ഇവരുടെ മേൽ ആധിപത്യം പറയുന്ന ഒരു ഒതുക്കിക്കളയുന്ന ഒടുക്കുന്ന സകലവിധമായ അന്ധകാര ഇടപെടലുകളും അതിന്റെ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. തന്റെ ജനം തന്നിൽ ദൈവത്തിൽ ആശ്രയിക്കട്ടെ, ആനന്ദിക്കട്ടെ, നിത്യ സന്തോഷം കൊണ്ട് നിറയട്ടെ. വർദ്ധിച്ചു വരുന്ന ദൈവകൃപ ഇവരുടെ മേൽ നിറഞ്ഞു വരട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കട്ടെ. ഇവരുടെ ദേശം ഉയർത്തപ്പെടട്ടെ കർത്താവ്. അവരുടെ ശുശ്രൂഷകൾക്ക് വലിയ വിശാലതകൾ ഉണ്ടാകട്ടെ. ആത്മസമ്പാദനങ്ങൾ നടക്കട്ടെ. ജനത്തെ കർത്താവ് വീണ്ടെടുക്കട്ടെ. രക്ഷയുടെ സന്ദേശം ഇവരുടെ നാവിലൂടെ കർത്താവ് ദേശത്തിൽ എങ്ങും കർത്താവ് മുഴങ്ങുക. ദൈവം തന്നെ ജനത്തെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തി ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല നാവുകളിലും യേശു കർത്താവിനെ കുറിച്ചുള്ള സ്തുതിയും പുകഴ്ചയും നിറഞ്ഞു നിൽക്കുവാൻ ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങല്ലാതെ കർത്താവ് രക്ഷിപ്പാൻ ആർക്കും കഴിയുകയില്ല. രക്ഷാനിർണയം പ്രാപിക്കേണ്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ താങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മനസ്താപവും മനോവിനയവും ജനത്തിന്റെ നടുവിൽ വെളിപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ദുരിത ഭയങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വലിയ മാറ്റങ്ങളിലേക്ക് കർത്താവ് നയിക്കണം. ഈ കർത്താവെ വലിയ മൂവ്മെന്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ നേതൃനിരയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹകാരികളായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോസ് പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൈമാറിയ ദിവ്യ ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ പ്രയത്നവും അറിയുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രവൃത്തി കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വവും പ്രയത്നം ആമേൻ ഹല്ലേലൂയ ആ ഉത്തരവാദിത്വം നിർവഹിപ്പാൻ തക്കവണ്ണം ഇട്ടിരിക്കുന്ന എഫേർട്ട് കർത്താവ് അറിയുന്നല്ലോ പിതാവേ. കൊടുത്തിരിക്കുന്ന വില കർത്താവ് അറിയുന്നല്ലോ നാഥ. ഇരട്ടിയായി മാനിക്കണം ആമേൻ. ദൈവകൃപ കൊണ്ട് ദൈവിക തേജസ് കൊണ്ട് അധികമായി കർത്താവ് തന്റെ ജനത്തെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും കർത്താവ് കേൾക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കാനുള്ള ധൈര്യം നൽകി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ എന്ത് അപേക്ഷിച്ചാലും കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി പിന്നെയും ഞങ്ങൾ സകല വിഷയങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഉണർന്നിരിപ്പാൻ കർത്താവ് സഹായിച്ചാട്ടെ. കൃപയിൽ പൊതിയണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇത്രത്തോളം സമയം ആമേൻ ഹല്ലേലൂയ എനിക്ക് അനുവദിച്ചെന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന്മാരോട്, പ്രത്യേകിച്ച് ഈ യോഗം ഹോസ്റ്റ് ചെയ്ത ബഹുമാനപ്പെട്ട ദൈവദാസനോട്, എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച എല്ലാ ആദരണീയരായ ദൈവമക്കളോട്, ദൈവദാസന്മാരോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാട് ഞാൻ ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. Praise the Lord. Praise the Lord.